ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഹാബിൻഡക്കിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണ ഇത് നോക്കിയോളിട്ടോ. അപ്പം നമ്മളൊരു ചട്ടിയിലൊരു മീൻകറി വെക്കാൻ പോകാം. നമ്മളൊരു ചട്ടി എടുത്തു. ഇതാ നമ്മൾ മത്തിയാണ് കറി വെക്കാൻ പോകുന്നത്. രണ്ടില്ല മുറിച്ച് കഴുകി ഉപ്പിട്ട് നല്ലപോലെ കഴുകി 2-3 പ്രാവശ്യം വരച്ച് ചട്ടിയിലിട്ട് എല്ലാം വൃത്തിക്ക് കകണം കേട്ടോ. മീനൊക്കെ ചട്ടിയിലിട്ട് എല്ലാം ഉപ്പിട്ട് വരക്കണം. അപ്പം അതിൻ്റെ ഉളുമ്പൊക്കെ പോകും. അങ്ങനെ ചെയ്യാത്ത ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. അതിനൊരു ഉളുമ്പ് ചോയ ഉണ്ടാവും. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യേണ്ടി. അപ്പോൾ ഞാനിന്ന് ചിലമ്പിപ്പുളി ഉണ്ടല്ലോ, ഇതിട്ടാണ് ഉണ്ടാക്കണത്. എല്ലാ ടേസ്റ്റ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാനിതിൻ്റെ മുമ്പ് ഒരു ഉണക്കമീൻ കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിന്ന് പച്ചമീനാണ് വെക്കാൻ പോണത്. നിങ്ങൾ നോക്കിയോളി. ഇതാട്ടോ, ഈ കരിഞ്ഞിടാം ഓരോന്ന്. ഇതങ്ങനെ 4 കീറാക്കി ഇതിൽ കിട്ടാൽ മതി. ഈ രീതിക്ക് അങ്ങനെ എല്ലാം കീറുക. ഇപ്പോൾ പുളിയൊക്കെ കീറിയെടുത്ത് ഇനി നമ്മൾ ഒരു 4 പച്ചമുളക് ഇതിൽക്കൊണ്ട് കീറിയിടുക. ഇതുപോലെ ഉണ്ട് നടു വേണ്ട പച്ചമുളക്. ഇപ്പോൾ 2 എണ്ണം അതിലിട്ട് ഒരു 4-5 എണ്ണം ഇട്ടോളി. ഇത് ചെറുതായാലും നല്ല എരിവാട്ടോ. ഇപ്പോൾ മീൻ എന്ന് പറയുമ്പോൾ ലേശം എരിവും പുളിയൊക്കെ വേണം അല്ലേ, നല്ലല്ലേ ടേസ്റ്റ്. നമ്മളങ്ങനെ കേട്ടോ വെക്കൽ ഇവിടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ എരിവില്ലാത്ത മുളക് പൊടി ഇതുവരെ മീൻ വെച്ചിട്ടില്ല. എരിവുള്ളതിൻ്റെ കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് രണ്ടുമായി ഒരു ഇടത്തരം സൈസാണ് എടുക്കേണ്ടത് കേട്ടോ. നല്ല വലുതും അല്ല, എന്നാൽ പറ്റ കുഞ്ഞിതും അല്ലാത്ത പുളിയാണ് എടുക്കേണ്ടത്. അപ്പോൾ അതാ ഞാൻ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇതിൽ ചതച്ചിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ മഞ്ഞൾപ്പൊടി കുഞ്ഞി സ്പൂണായി അളക്കിലുള്ള, അതുകൊണ്ട് കുഞ്ഞി സ്പൂണിന് 1 സ്പൂണ് ഇട്ട്. നമ്മൾ മീൻ കറി വെക്കുമ്പോൾ ഒരു ഇച്ചിരി മല്ലിപ്പൊടി ഇടുന്നത് നല്ലതാണ്, ഒരു ശകലം. പിന്നെ നമ്മളെന്താ ഇടണത്, മുളകല്ലേ ഇതിൻ്റെ മെയിനായിട്ട് അല്ലേ. മുളക് പുളിയില്ലാതെ മീൻ കറി വെച്ചാൽ തീരെ നന്നാവില്ല. ചില ആൾക്കാർ വെറും തക്കാളി ഇട്ട് വെക്കുന്നുണ്ട്, അത് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പറ്റാത്തവർക്ക് ടേസ്റ്റ് ഉണ്ടാവും, നമുക്ക് ഉണ്ടാവില്ല. എരിവുള്ളവർക്ക് മാണ്ടിയവർക്ക്. അപ്പോൾ അതാ ഒരു 1.5 സ്പൂണ് നല്ല എരിവാതി. പിന്നെ പച്ചമുളകിന് നല്ല എരിവാണ്. നമുക്ക് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുത്താൽ മതി, കുറേ ഇടും വേണ്ട. അപ്പോൾ നമ്മൾ ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കലക്കി അടുപ്പത്ത് കണ്ടുപിടിക്കുക. ആ വെള്ളം പോരാ, ഞാനൊരു കുഞ്ഞി പാത്രത്തിലാണ് ഈ ബൗളിൽ അടുക്കണത്, അതുകൊണ്ടാണ്. വേണ്ട ഇങ്ങനെ കലക്കുക, നല്ല പോലെ ഒന്നുകൊണ്ട് ഇളക്കിയിട്ട് ഉപ്പിടണം കേട്ടോ. ഉപ്പ് പാകത്തിന്. ഇത്ര എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഈ മീനൊന്ന് മുറിച്ചെടുക്കണ ഒരു പണി മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളെ ഈ വീഡിയോ ഇടണം അധികവും ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ കറി കേട്ടോ. കാരണം നമുക്ക് എല്ലാവർക്കും ഒഴിവില്ലാത്തല്ല. എനിക്ക് ഒഴിവുണ്ട് കേട്ടോ, എനിക്കൊരു പണിയില്ല. ഞാനിങ്ങനത്തെ പണിയൊക്കെ എടുക്കണം. അപ്പോൾ ഇന്ത്യ കൂട്ടണ്ട നിങ്ങൾക്കൊന്നും. നമ്മൾ കുറേ പണിക്ക് പോയതാക്കളെ പള്ളിത്തോട്ടത്തിൽ. ഇനിയിപ്പോൾ കുറച്ച് പണിക്ക് അവിടെ നിന്നൊക്കെ പിരിഞ്ഞ് പോകുന്നതാണ്, സർവീസൊക്കെ വാങ്ങി. ഇനി നമ്മൾ പണിക്കൊന്നും പോകുന്നില്ല, പോകാട്ട് വയ്യേന്. അപ്പം നമ്മൾ ഇതുപോലെ ഇനി ഇതാണ്ട് അടുപ്പത്ത് വെച്ചിട്ട് അത് കത്തിക്കുക. ഇതിക്ക് വേണ്ടിയ തേങ്ങയാണ്, തേങ്ങ അരച്ചാൽ നമ്മൾ കറി വെക്കണത്. ഇതാ അപ്പം നിങ്ങൾ തേങ്ങ വേണ്ടിയാൽ അരച്ചാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ അരക്കേണ്ട ആവശ്യമില്ല. തേങ്ങ അരച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ പുളിയിട്ട് തേങ്ങ അരച്ചാൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഞാൻ ഈ ഗ്യാസ് കത്തിച്ചിട്ട്
ഈ അടുപ്പത്തേക്കാണ് വെക്കുക. കറി അവിടെ കിടന്ന് വേവട്ടെ. എന്നിട്ട് ബാക്കിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ലൊരു കറിയാണ്. മീൻ മത്തി കിട്ടുമ്പോൾ ഈ ചേമ്പാപ്പുളി ഇട്ടുകാണ്ട് ഒന്നാണ് വെച്ചോളി. നല്ല ടേസ്റ്റ് ഉണ്ടാവുമേ. അപ്പോൾ ഞാനതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. നല്ലപോലെ അരക്കണം. ഇതാ തേങ്ങ, ഇതൊരു ചെറിയ തേങ്ങേൻ്റെ ഒരു മുറിയുണ്ട്. അപ്പോൾ നമ്മൾ 2 നേരത്തിനും കൂടിയുള്ള കറിയാണ് വെക്കുന്നത്. അതുകൊണ്ട് കുറച്ച് അധികം എടുത്താൽ. അപ്പം ഇനി കറി വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ തോരനും വെക്കുന്നുണ്ട്. വൻപയർ ഉപ്പേരി നല്ല ടേസ്റ്റാണ്. വെള്ളത്തിലിട്ട് വെച്ചാട്ടോ കുതിർന്ന് വരുന്നുണ്ട്. പിന്നെ അത് ഞാൻ തേങ്ങയൊന്നും ഇടണില്ല. പച്ചമുളകും പിന്നെ എന്താണ് പച്ചമുളക് അരിഞ്ഞിട്ട് നല്ലോണം വറവിട്ടെടുക്കണേ ഉള്ളൂ. അല്ല തേങ്ങ 2 എണ്ണത്തിലിടാനൊന്നും ഞമ്മക്കില്ല. അപ്പോൾ ഇതിങ്ങനാണ്ട് വെക്കുക. ഇതിൽ തേങ്ങ ഒതുക്കിയിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാട്ടോ വൻപയർ. അപ്പോൾ തേങ്ങ കുറവായതുകൊണ്ട് ഞാൻ ഒന്നിൽ മാത്രം തേങ്ങ ചേർക്കണുള്ളൂ. ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ വൻപയറിൽ ലേശം കാന്താരി മുളകോ പച്ചമുളകോ തേങ്ങയും ഉള്ളിയും ചതച്ച് ഒരു പിഞ്ച് മഞ്ഞളും ചതച്ചയിക്കിട്ട് ഒന്നാണ് വറവിട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിന്ന് വറവിട്ട് മാത്രം എടുക്കണുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് അരക്കട്ടെ. ഇപ്പോൾ തേങ്ങ ജാറിലേക്ക് ഇടുകയാണ്. 2 പിടീൻ്റെ 3 പിടി തേങ്ങ ഉണ്ട്. 3ൻ്റെയും കുറച്ചും കൂടി ഉണ്ട്. ഞാൻ ഇനിയിപ്പോൾ അന്ന് കറി വെക്കാനൊന്നും ആവില്ല വിചാരിച്ച് ഇപ്പോഴും ഇതിങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കാൻ നേരം ഉണ്ടാവും. അപ്പം നമുക്ക് പണിയൊക്കെ അങ്ങനെ രാവിലെ തന്നെ കറിയൊക്കെ വെച്ച് ഒരുക്കി വെച്ചാൽ വൈകുന്നേരം നമുക്ക് എന്താണ് വാങ്ങ് കൊടുക്കുമ്പോൾ നമ്മൾ മഗ്‌രിബിന് വാങ്ങ് കൊടുക്കുമ്പോൾ കറി ഉണ്ടാക്കാൻ നടക്കണ്ട. എനിക്കതിഷ്ടമില്ല. ഞാനിപ്പോൾ രാവിലെ വെച്ചില്ലെങ്കിലും നേരത്തെ ഉണ്ടാക്കില്ല വാങ്ങ് കൊടുക്കുന്നതിന് മുമ്പ്. ഇപ്പോൾ ലേശം വെള്ളം കൂടി കണ്ട് ഒഴിച്ചിട്ട് കുറച്ച് ഒഴിക്കുക. എന്നിട്ട് പിന്നെ നല്ലപോലെ അരിഞ്ഞിട്ടല്ല അങ്ങനെ തോനെ ഒഴിച്ചാൽ അരിഞ്ഞിട്ടില്ല. അപ്പോൾ അത് നമുക്ക് മീനിടട്ടോ. സോനുട്ടാ എന്ത് മാറി മറിഞ്ഞെന്തേ? തേങ്ങ ഒഴിക്കട്ടോ. മീനൊക്കെ ഏകദേശം വന്നിരുന്നു. ഈ തേങ്ങയും കൂടെ തിളക്കുമ്പോഴത്തിന് പാകത്തിന് വന്നു. കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളെ പാകത്തിന് വെള്ളം ഒഴിക്കുക. അപ്പോൾ അതൊന്ന് തിളക്കട്ടെ. അപ്പോൾ അതാ നമ്മളെ മീൻകറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് വറവിട്ടാണ്ട് അടിപൊളി മീൻകറി. അപ്പോൾ വറവിടാനൊരു ചട്ടി അവിടെ വെച്ചാണ്. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി വന്ന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചെറുതായിട്ട് ഒന്നാണ് വറവിട്ട. തേങ്ങ അരച്ച കറിയാണല്ലോ. ഒന്ന് കടുകും ഉലുവയാണ് പൊട്ടിച്ചാണ്ടല്ലോ. അടിപൊളി ടേസ്റ്റുള്ള ഈ കറി നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇതൊന്നും വെറുതെ പറയല്ല. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഒന്നാണ് ചെയ്താണ്ട്. അപ്പോൾ ഒരു 2 മണി ഇരുപട്ട് 4 സ്പൂൺ തോന ഉലുവയൊന്നും വേണ്ട മീൻ കറിക്ക്. അപ്പോൾ നമ്മൾ തീയൊന്നും കുറച്ചെടുക്കുക അല്ലേ. അതിക്കുമ്പോൾ നമുക്ക് നന്നാവുക. കടുക് ലേശം കടുക് ഒരു കുഞ്ഞ് സ്പൂണിന് 1 സ്പൂണ് കടുക്, ഒരു 3 ചുള എന്താണ് കുഞ്ഞുള്ളി ചുവന്ന ഉള്ളി. അത് പൊട്ടട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. പറയാൻ മറന്നു കിട്ടും. അതിൻ്റെ അടിയിൽ
എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ മക്കളെ? അപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മടിച്ച് കണ്ടോ. ചെയ്യണോ ചെയ്യണ്ടേ വിചാരിച്ച് ഇങ്ങനെ മടിച്ച് നിൽക്കണ്ട. ഒന്നാണ് ചെയ്താലിട്ടാ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് എന്തോരം ഇതാക്കിയ പുതിയ ഓരോ വീഡിയോ നിങ്ങളെ എത്തിക്കണമെങ്കിൽ നല്ല പണിയുണ്ട്. ഇത് ഓരോ സാധനങ്ങളൊക്കെ ശരിയാക്കി എടുത്ത് ഒക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് നിങ്ങളൊന്ന് നമുക്കൊന്നൊരു സപ്പോർട്ട് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ കറിവേപ്പ് ഞാൻ കണ്ടതിലെത്തിന്ന് നിങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ ഭീമ വെച്ചാരാണ് എനിക്ക് ഓർമ്മ വന്നത്. ഒരു കണ്ടതിലെത്തി. അപ്പോൾ കറിവേപ്പിൻ്റെ ആ ചൊവയൊക്കെ നല്ലപോലെ അതിനോട് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടിട്ട് ഇനി ഒരു തണ്ടും കൂടി ഞാനിട്ട് ഇതിലിടുന്നുണ്ട്. അപ്പോൾ ഈ അടിപൊളിയായ ഈ കറി നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് കറിവേപ്പ് വറ്റൽമുളക് പിന്നെ കറിയിലേക്കാണ്ട് ഒഴിക്കുക. മീൻ കറി റെഡി ആയിട്ടാണ്. ഈ ഭാഗത്താണ് അടുപ്പ്. തീ ഓഫാക്കുക. തീ ഒരാവശ്യമുണ്ട്. ഇതാ കണ്ടില്ലേ?